മൂന്നാം സീറ്റിനായി വയനാട് വേണ്ടെന്നാണ് മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് നല്ലതെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ചർച്ചയൊക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ, കുഴപ്പങ്ങൾ ഒന്നുമില്ല. നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് തങ്ങൾ സ്ഥലത്തില്ല, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ എത്തും. മറ്റന്നാളെ 27 കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പണക്കാട് വിളിച്ചിരിക്കുന്നത്. ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ്, കാര്യങ്ങളൊക്കെ തീർന്നു പോവും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതുമുണ്ട്. അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ 27-ാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അഭ്യൂഹങ്ങൾ വേണ്ട. ഞങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവും കേട്ടോ. അന്തിമ തീരുമാനം പറഞ്ഞിരുന്നത്. അന്തിമ തീരുമാനം ഞങ്ങൾ കമ്മിറ്റി കൂടിയതിന് ശേഷം ഒരു പാർട്ടിയുടെ തീരുമാനം, അതിന്റെ ലീഡർഷിപ്പ്. ഇപ്പൊ തങ്ങൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ തങ്ങളും കൂടി വന്ന് കൂടിയിരുന്നു. ഞങ്ങളെ രീതി അതാണല്ലോ. ആ 27-ന്റെ തങ്ങൾ അധ്യക്ഷതയിൽ നടക്കുന്ന മീറ്റിംഗിന് ശേഷം ഞങ്ങൾ പറയാം. ഇനി ചർച്ചയുടെ ഒരു ആവശ്യം ഉണ്ടാവും തോന്നിയില്ല. കാരണം ഞാൻ ആ മീറ്റിംഗിന് ശേഷം വല്ല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ഏത് അല്ല, അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തതാണെങ്കിൽ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റും. അതെ, ഞങ്ങൾ പറഞ്ഞല്ലോ, ചർച്ച തൃപ്തികരമായിരുന്നു. നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ, തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അത് വിലയിരുത്തി മാത്രമേ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കോൺഗ്രസിനോട് സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ കഴിയും. അങ്ങനെ ഈ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളെ ഒറ്റവാക്കിൽ ഒതുക്കാൻ നിങ്ങൾ നോക്കിയാൽ അത് നടക്കില്ല. കാരണം വെച്ചാൽ ഈ ചർച്ചയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ കൂടി ഞങ്ങൾ മീറ്റിംഗ് വിലയിരുത്തി ഇനി തീരുമാനം നിങ്ങളോട് 27-ാം തീയതി പറയാം. അല്ല, ചർച്ച തൃപ്തികരം എന്ന വാക്കും ഹാപ്പി തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും മനസ്സിലായത്? അതിനിപ്പോ ഒന്ന് കയറി നോക്കണം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ചർച്ച തൃപ്തികരാണ്, പക്ഷേ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ കാര്യങ്ങൾ ഞങ്ങളൊന്ന് തങ്ങൾ വന്നതിന് ശേഷം വിലയിരുത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, വെറുതെ നമ്മൾ സമയം കളയാണ്. ഓക്കെ. എന്തായാലും കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി